എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഫ്രീഡവും 9 to 5 എന്ന് പറയുന്നത് ഒരു ട്രാപ്പ് ആണെന്നുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് കാര്യങ്ങളും വരുന്നത് ഒരു ഹിഡൻ കോസ്റ്റിലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ജോബ് അല്ലെങ്കിൽ ജോബ് കളഞ്ഞിട്ട് നിങ്ങളൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത മൂവ് എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ടും തമ്മിലുള്ള, അതായത് നിങ്ങളൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കൊടുക്കേണ്ട ഒരു കോസ്റ്റ് എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ നിങ്ങളൊരു 9 to 5 നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് വരുന്ന ഒരു കോസ്റ്റ് എന്താണെന്നുള്ളതും ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക. നമ്പർ 1, ദ 9 to 5 റിയാലിറ്റി. ഈ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു 9 to 5 ജോബിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു ഫിക്സ്ഡ് ഒരു ഇൻകം നിങ്ങൾക്ക് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു ഫിക്സ്ഡ് ടൈം മാത്രം വർക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു 9 to 5 ജോബിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റുകളാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ഇൻകം അത് എപ്പോഴും നിങ്ങളുടെ ആ ഒരു കമ്പനിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതായത് നിങ്ങൾക്കൊരു ഫിക്സ്ഡ് ഇൻകം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്, ആസ് എ ഹ്യൂമൻ നിങ്ങൾക്കൊരു ഗ്രോ ചെയ്യാന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു സാധ്യതയും വളരെ കുറവായിരിക്കും. കാരണം നിങ്ങളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷന്റെ പുറത്ത് മാത്രമായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് പോയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാതെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഫിക്സ്ഡ് ഇൻകം മാത്രം നോക്കിയിട്ട് നിങ്ങൾ ആ ഓർഗനൈസേഷനിൽ മാത്രമായിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം കൊടുക്കുക. ഈ 9 to 5 എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ടൈം നമ്മൾ കൊടുത്തിട്ട്, നമ്മുടെ ടൈമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമ്മുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നമുക്ക് എല്ലാ മാസവും കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഇതാണ് 9 to 5 ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ദ ഓണ്ടർപ്രണർ റിയാലിറ്റി. ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബോസ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഇൻകം ആയിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കേണ്ട കുറച്ച് കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻകം നിങ്ങൾ ചെയ്യുന്ന വർക്കിന് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും. നിങ്ങൾ എടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾ നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പേയ്മെന്റും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്ക് ലോസ് മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരു ഓണ്ടർപ്രണർ ലൈഫിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ബോസ് നിങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങൾ, അതായത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം അത്രയും ഒരു കൃത്യത വേണ്ടി വരും. അതിനനുസരിച്ചിട്ട് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അതിന്റെ പുറത്തൊരു ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ ഒരു ഹാർഷ് ട്രൂത്ത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾ ലോൺലെസ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് ഇരുന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ ഈ ഒരു ഓണ്ടർപ്രണർ ലൈഫിലുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോസ് നിങ്ങളാണ്. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. അതിപ്പോൾ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യണം, ഒരുപാട് ഓൺലൈൻ ബിസിനസ് ഉണ്ട്. അതല്ലാതെ നിങ്ങൾ ഫിസിക്കലി വല്ല സ്റ്റോറും തുറന്നിട്ട് അതിന്റെ പുറത്ത് നിങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനം കൊണ്ടുവരികയാണെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന ഒരു റിയാലിറ്റി എന്തായാലും നിങ്ങൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ഓണ്ടർപ്രണർ എന്നൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾ സ്റ്റക്കാവും. വീണ്ടും നിങ്ങൾ തിരിഞ്ഞിട്ട് ഈ 9 to 5 എന്ന് പറഞ്ഞ ആ ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോബ് കണ്ടെത്തിയിട്ട് ആ ജോബിലേക്ക് നിങ്ങൾ വീണ്ടും വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ലോൺലെസ്, അതേപോലെ തന്നെ നിങ്ങളുടെ എന്റർടൈൻമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ള ഒരൊറ്റ എമൗണ്ട് മാത്രമായിരിക്കും. നല്ല രീതിയിലുള്ള ഒരു വാല്യൂ കൊടുത്തിട്ട് അതിന്റെ പുറത്ത് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ഹാർഷ് റിയാലിറ്റി. ഇതിന്റെ ഒരു ഹാർഷ് റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 9 to 5 ആയാലും ഓണ്ടർപ്രണർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇതിന് രണ്ടൊന്നും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ടുള്ള പൈസയല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് വളരെയധികം ഡിസിപ്ലിൻ വേണം. നിങ്ങളൊരു 9 to 5 വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ
നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങളൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് 100% മോർ ദാൻ 100% നിങ്ങൾ ഡിസിപ്ലിനും കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ഒരു സക്സസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 2 പാത്തിൽ ഏത് പാത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങൾക്ക് ഏതായിരിക്കും കുറച്ചും കൂടി ബെനിഫിഷ്യൽ. ഇപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ ആ ഒരു മൈൻഡുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തീരുമാനം, അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലേക്കാണ്, ഏത് പാത്താണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് 9 to 5 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 9 to 5 നിങ്ങൾ നല്ല ഡിസിപ്ലിൻ ആയിട്ട്, നിങ്ങൾ നല്ല പങ്ക്ച്വൽ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാവും. വളരെ ഈസി മണി ആയിട്ട്, നിങ്ങൾക്ക് ഈസി മണി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷെ നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നതും നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നതും എപ്പോഴും ലിമിറ്റഡ് മാത്രമായിരിക്കും. പക്ഷെ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതിൻ്റെ സ്ട്രെസ്സും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പാത്ത് ചൂസ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നിങ്ങൾ എത്രത്തോളം കമ്മിറ്റഡ് ആണ് നിങ്ങൾ എടുക്കുന്ന ആ ഒരു പാത്തിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ചൂസ് ചെയ്യേണ്ടത് അതുമായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.